പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരിവിൽ, തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതായ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം നമുക്ക് ജീവനുണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവൻ കാൽവരിയിൽ ബലിയായി തന്നവനാണ് കർത്താവ്. നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയാതിരിക്കാൻ വേണ്ടി കർത്താവ് തന്റെ അവസാനത്തുള്ളി രക്തവും നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിയിൽ ചിന്തിയതാണ്. അങ്ങനെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരും അവന്റെ രക്തത്താൽ സ്വന്തമാക്കപ്പെട്ടവരുമാണ് നമ്മൾ. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നെ കാൽവരിയിൽ ഹോമിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഈശോയെ, ഈ ഒരു സത്യം, ഈ ഒരു സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു സുവിശേഷ ജീവിതം ആരംഭിക്കുന്നത്, ഒരു ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത് ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കിട്ടുമ്പോഴാണ്. വ്യക്തിപരമായി സ്നേഹത്തിന്റെ അനുഭവം ഒരാത്മാവിൽ സ്വന്തമാക്കുന്നിടത്താണ് തിരിച്ചെൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം, എൻ്റെ കർത്താവിനെ എനിക്ക് ശുശ്രൂഷിക്കണം, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച, എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ച, എന്നെ പ്രതി കാൽവരി കുരിശോളം കടന്നുപോയ എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം. ഒരാഗ്രഹം ഒരാത്മാവിൽ കിട്ടുന്നത് ഈ സ്നേഹം അറിയുന്നിടത്താണ്, ഈ സ്നേഹം അനുഭവിക്കുന്നിടത്താണ്. അത് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധമായ സ്നേഹത്തിൽ ഞങ്ങളെ നീ പങ്കുകാരാക്കണമേ. ആ സ്നേഹത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിലയുള്ളവരാണെന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നുള്ള അകൃത്യമായ ദൈവിക ജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ വിലകെട്ടതിൻ്റെ പുറകെ പോകാതിരിക്കാൻ പറ്റും. വിലയില്ലാത്തതൊക്കെ ബോധപൂർവം മാറ്റി നിർത്താൻ പറ്റും. നമ്മുടെ ആത്മാവിൻ്റെ ആ ഒരു അന്തസ്സും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ വിലയും തകർത്ത് കളയുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. ഈശോയെ, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ സമർപ്പിക്കുന്നു. വിലകെട്ടതിൻ്റെ പുറകെ ഞങ്ങളോ ഞങ്ങളുടെ കുടുംബങ്ങളോ ഇന്നലകളിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, സത്യദൈവത്തെ നിഷേധിച്ചുകൊണ്ട് കടന്നുപോയ വഴികൾ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ, അന്യദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കല്ലിനെയും മണ്ണിനെയും കാറ്റിനെയൊക്കെ ആരാധിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് പൂർവ്വപിതാക്കന്മാരിൽ നിന്നും നമ്മൾ നേടിയെടുത്ത തെറ്റായ ജീവിത രീതിയിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണെന്നല്ലേ 1 പത്രോസ് 1:18 പറയുന്നത്. വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. അത് സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ, വിജയം വരിച്ചവരാണ്, സ്വന്തമാക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വന്തമാണെന്നുള്ള ബോധ്യമാണ് പിശാചിന്റെ മേലുള്ള അധികാരമായിട്ട് മാറുന്നത്. ഒന്നിനെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്നത് യേശു കൂടെ ഉണ്ടെന്നുള്ള ചിന്തയാണ്. ഇടയൻ കൂടെയുള്ളത് കൊണ്ടാണ് ആ ആടുകൾക്ക് സമാധാനത്തിലും ആനന്ദത്തിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുക. ഇടയനില്ലാതെ വരുമ്പോൾ പരിഭ്രാന്തരാകാൻ തുടങ്ങും, അസ്വസ്ഥരാകാൻ തുടങ്ങും, ഭയപ്പെടാൻ തുടങ്ങും.
അസമാധാനമൊക്കെ ആരംഭിക്കാൻ തുടങ്ങുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോട് ചേർന്നിരിക്കാൻ, നിന്റെ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നിരിക്കാൻ ഞങ്ങളെ നീ അനുവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നീ അനുവദിക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈശോയെ നിന്നോടുള്ള സ്നേഹ ഐക്യത്തിൽ ഒട്ടിച്ചേർന്നിരിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ കണ്ട് ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് മുദ്രയിട്ട് ഉറപ്പിക്കട്ടെ. അവരാഗ്രഹത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നീ ഞങ്ങളോട് കാൽവരി കുരിശിൽ കാണിച്ച വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ നീ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തതിനെ ഓർത്ത് ഈശോയെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. അഭയമേകാൻ ആരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥാ, വിവശനായി കേഴുന്നു നാഥാ. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിക്കാം. ദിവ്യകാരണ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ദിവസം ഈശോയോട് ചേർന്നിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിലും ദൈവ സാന്നിധ്യ സ്മരണയിലും ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും ചെലവഴിക്കാൻ തമ്പുരാൻ എന്നെ നീ അനുവദിക്കണമേ. ഞാൻ വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്ന് അബോധ്യത്തോടെ ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ഹല്ലേലൂയ യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,